മാക്യുലർ എഡിമ എന്ന് പറഞ്ഞ രോഗത്തെപ്പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അതൊരു നീർക്കെട്ടാണ്. കണ്ണിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലുള്ള ഒരു നീർക്കെട്ട്. അതുകൊണ്ട് വരുന്ന വിഷ്വൽ പ്രോബ്ലമാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇവിടെ ചികിത്സയ്ക്കുള്ള പീരിയഡ് അല്ലെങ്കിൽ സമയവും അതിന്ന് കിട്ടുന്ന റിസൾട്ടും തമ്മിൽ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് അറിയാം. പെട്ടെന്നൊരു ചികിത്സ ചെയ്തു, അതുകൊണ്ട് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. പക്ഷെ വീണ്ടും അത് തന്നെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമാവുന്നില്ല. കാരണം ഈ രോഗത്തിന് തന്നെ റിക്കറൻസ് എന്നുള്ള ഒരു സ്വഭാവമുണ്ട്. ഒരു ലീക്ക് ചെയ്യുന്നു, വളരെ ചെറിയ രീതിയിലുള്ള ലീക്കേജ് ആണെങ്കിൽ ഇത് തനിയെ തന്നെ അബ്സോർബ് ചെയ്യും. ചിലപ്പോൾ ദിവസങ്ങളെ കൊണ്ടോ മാസങ്ങളെ കൊണ്ടോ തീർത്തും മാറുന്ന സ്വഭാവമുണ്ട്. പക്ഷേ അതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ, അതായത് അതിലെ സ്ട്രെസ്സും ഐ സ്ട്രെയിനും വർക്ക് ലോഡും വെസൽസിന്റെ സ്വഭാവവും മറ്റു രോഗങ്ങളുടെ ഒരു സാന്നിധ്യവും ഇതൊക്കെ അതിന് ഘടകങ്ങളാണ്. അപ്പോൾ ഇതിൽ പല ഘടകങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതായതുകൊണ്ട് റിക്കറൻസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്.